ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം. ഒരുപാട് ഗുണങ്ങളുള്ള നമ്മളുടെ മുടിക്കെന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ സ്കാൽപ്പിൽ നല്ല രീതിയിൽ മുടി വളരാൻ വേണ്ടിയിട്ട്, സ്കാൽപ്പിൽ നിന്ന് നല്ല രീതിയിൽ മുടി വളരാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്ന നല്ല ബെസ്റ്റ് സൂപ്പറായിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. നിങ്ങളെ പരിചയപ്പെടുത്തുന്ന 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നമ്മളുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകാനും, അതേപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. കൂട്ടത്തിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് ചെറിയ ഉള്ളിയാണ് കേട്ടോ. ചെറിയ ഉള്ളി നമ്മുടെ മുടിക്ക് എത്രത്തോളം നല്ലതാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മളുടെ സവാളയെക്കാട്ടിലും ഒരുപടി മുന്നിൽ നിൽക്കുന്ന ഒരു സാധനമാണ് നമ്മളുടെ ചെറിയ ഉള്ളി കേട്ടോ. നമ്മളിപ്പോൾ കറിക്ക് തന്നെ ചെറിയ ഉള്ളി ഇടുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് എടുത്ത് നിൽക്കില്ലേ, അതേപോലെ തന്നെയാണ് നമ്മളുടെ മുടിയുടെ കാര്യത്തിൽ കേട്ടോ. സവാള നമ്മളുടെ മുടിക്ക് നമ്മൾ എല്ലാവരും ഉപയോഗിക്കാറുണ്ട്. അതേപോലെ തന്നെ അതിൽ നിന്ന് ഒരുപടി മുകളിലാണ് നമ്മളുടെ ചെറിയ ഉള്ളിയുടെ സ്ഥാനം കേട്ടോ. അത്രയും നല്ല രീതിയിൽ നമ്മുടെ മുടിയെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സഹായിക്കുന്ന ഒന്നാണ് ചെറിയ ഉള്ളി കേട്ടോ. ഞാൻ ഒരു 10-12 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് വലിയ ഉള്ളിയാണെങ്കിലും നിങ്ങൾക്ക് ആ ഒരു അളവിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. കൂട്ടത്തിലൊരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് രണ്ടും നമ്മളുടെ മുടിക്ക് നല്ല ബെസ്റ്റാണ്. ഇഞ്ചി എന്ന് പറയുമ്പോൾ നമ്മുടെ മുടിയിൽ സ്കാൽപ്പിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മാറ്റിയെടുത്ത് നമ്മളുടെ മുടി നല്ല സ്ട്രോങ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ. നമ്മുടെ സ്കാൽപ്പിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും, എന്ത് ഇൻഫെക്ഷൻ ആവട്ടെ, ഡാൻഡ്രഫ് ആവട്ടെ, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും, ഈവൻ നമുക്ക് നമ്മളുടെ തലയിൽ കുറച്ച് പേനിൻ്റെ ശല്യം ഉണ്ടെങ്കിൽ പോലും എല്ലാം നമുക്കത് മാറ്റിയെടുത്ത് നല്ല രീതിയിൽ സ്കാൽപ്പ് മുടിയും ആരോഗ്യമാക്കി തീർക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇഞ്ചി നമ്മളെ സഹായിക്കും കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് നമ്മൾക്ക് എടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്രയും കുറവാണല്ലോ എന്ന് ആരും ചിന്തിക്കേണ്ട കേട്ടോ. അടുത്ത ഇൻഗ്രീഡിയൻസോട് ചേർത്ത് കഴിയുമ്പോൾ നമ്മളിത് സ്കാൽപ്പിൽ മാത്രമാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. മെയിനായിട്ട് നമ്മളിത് തൈരാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച തൈരാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വീട്ടിലുള്ളതാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇതവർ അതിനകത്തുള്ള ഒരു ഫാറ്റൊക്കെ നീക്കിയിട്ട് എടുത്തതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയായിരിക്കും ഇത് വരുന്നുണ്ടാവുക. നമ്മുടെ പാക്കറ്റിലൊക്കെ വാങ്ങിക്കുന്ന തൈരുണ്ടല്ലോ, അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഒരു 3 സ്പൂൺ അളവിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 4-5 സ്പൂൺ അളവിൽ നമ്മളുടെ ഒരു ജ്യൂസും കാണും കേട്ടോ. അത്രയും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് ആകുമ്പോഴത്തേക്കും നമ്മുടെ സ്കാൽപ്പിൽ ഫുള്ളായിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കാണും കേട്ടോ. നമുക്ക് മുടിയിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ ഈ ഒരു സാധനം. നമുക്ക് അങ്ങനെ ഇത് ധാരാളമായിട്ട് ഉള്ളിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തെന്ന് വെച്ചിട്ട് തൈരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുത്തെന്ന് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. ഞാൻ പിന്നെ നമുക്ക് മുടിയിൽ തേച്ച് കൊടുത്തിട്ട് നമുക്ക് എന്താ പറയുക, സ്കാൽപ്പിൽ തേച്ച് കൊടുക്കുന്ന അത്രയും എഫക്റ്റ് നമുക്ക് ആ മുടിയിൽ തേക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ടത് സ്കാൽപ്പിൽ നിന്നുള്ള മുടി നല്ല ആരോഗ്യത്തോടെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു 3 ഇൻഗ്രീഡിയൻസ് മാത്രമുള്ള ഈ ഒരു മിക്സ് നമ്മുടെ സ്കാൽപ്പിൽ ഒരു ലൈറ്റായിട്ടൊന്ന് ഓയിലൊക്കെ തൊട്ട് പുരട്ടിയിട്ട് നിങ്ങളിത് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കോട്ടനൊക്കെ വെച്ചിട്ട് അപ്ലൈ ചെയ്യുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും കേട്ടോ. കോട്ടൺ പീസ് വെച്ചിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കുറച്ച് പോലും ഒരു തുള്ളി പോലും താഴെ പോകാണ്ട് നമുക്ക് ഫുള്ളായിട്ട് നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നല്ല രീതിയിൽ പകുപ്പെടുത്ത് കൊടുത്തിട്ട് നിങ്ങളത് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓരോ വകുപ്പിലായിട്ട് നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് മാറ്റം ഉണ്ടാകുന്ന കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല കേട്ടോ. അതിൽ ഞാൻ ഗ്യാരണ്ടിയാണ്. നിങ്ങൾക്ക് നല്ല രീതിയിൽ മാറ്റം ഉണ്ടാകും. നല്ല എഫക്റ്റീവാണ് കേട്ടോ. ഇപ്പോൾ ഈവൻ എനിക്ക് തൈറോയിഡിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളതാണ്, മുടി കൊഴിച്ചിലൊക്കെ ഉള്ളതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ പോലും എൻ്റെ മുടിയുടെ ആ ഒരു 1/4 ഭാഗത്തോളം ഇപ്പോൾ കണ്ടോ നല്ല തിക്നെസ് ആയിട്ടുണ്ട്. എനിക്ക് എഫക്റ്റീവ് ആവുന്ന സാധനങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾക്കും റിസൾട്ട് കിട്ടുമെന്ന കാര്യത്തിൽ എനിക്ക് പ്രത്യേകിച്ച് ഡൗട്ടൊന്നും കാണില്ല. കാരണം ഒരു പ്രശ്നം ഇല്ലാത്തവർക്കാണെങ്കിൽ നല്ല രീതിയിൽ മുടി വളരുത് കേട്ടോ. പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നല്ല രീതിയിൽ ഫുഡും കൂടെ നിങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. തേച്ചിട്ട് ഞാൻ നല്ല രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മസാജ് ചെയ്ത് കൊടുത്തിട്ട് കെട്ടി വെച്ച് ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പ്ലെയിനായിട്ടോ അല്ലെങ്കിൽ ഒരു മൈൽഡായിട്ടുള്ള ഷാമ്പു വെച്ചിട്ടോ വാഷ് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ. നല്ല എഫക്റ്റീവാണ്. വീക്കിലി 2 പ്രാവശ്യമെങ്കിലും നിങ്ങൾ എന്തായാലും ചെയ്തിരിക്കണം. ഒരു 2 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് വിസിബിളായിട്ടുള്ള മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും, യൂസ്ഫുൾ ആവുന്ന കാര്യത്തിൽ ഒരു ഡൗട്ടും എനിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടിയാണ്. നിങ്ങൾക്ക് എന്തായാലും നല്ല റിസൾട്ട് ഉണ്ടാവുന്ന കാര്യത്തിൽ എനിക്ക് ഭയങ്കര വിശ്വാസമുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്തായാലും നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു സാധനമാണ്. ഞാൻ ഫുള്ളായിട്ട് നല്ല രീതിയിൽ വടിച്ച് അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതൊരു 20 മിനിറ്റ്സ് കഴിയുമ്പോൾ ഒരു മൈൽഡായിട്ടുള്ള ഷാമ്പു വെച്ചിട്ടാണ് കേട്ടോ വാഷ് ചെയ്യുന്നത്.
അപ്പോൾ നിങ്ങൾക്കും അതുപോലെ ചെയ്യാം, ഇല്ലെങ്കിൽ പ്ലെയിനായിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പെട്ടെന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസൊക്കെ പുറകെ വരുന്നുണ്ടാവും. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ. അപ്പോൾ എനിക്ക് ഇത് തേച്ചിട്ട് ഒറ്റ മുടി മാത്രമാണ് കേട്ടോ കൊഴിഞ്ഞത്. സാധാരണ നമ്മൾ ചില ഹെയർ പാക്കുകളൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നിറയെ മുടിയൊക്കെ കയ്യിൽ നിറച്ചിട്ടുണ്ടാവും. എനിക്ക് ഒറ്റ മുടി മാത്രമാണ് കൊഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്കും നല്ല യൂസ്ഫുൾ ആവും. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയും കൂടിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.